വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ ഖത്തർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ അന്വേഷിച്ച് ഖത്തറിൽ എവിടെ പോകാം എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തോളൂ. ഇത് നമ്മുടെ കത്താര കൾച്ചറൽ വില്ലേജാണ്. കാണാൻ തന്നെ അടിപൊളിയാണ്. ഇവരുടെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പർ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്തിരിക്കുന്ന മോഡലിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ കണ്ണിൽ ആകർഷിച്ച ബിൽഡിംഗ് എന്ന് പറയുന്നത്. പണ്ടേ ഞാനിതിങ്ങനെ നോക്കി നടക്കുക, എപ്പോൾ പോയാലും എനിക്കിഷ്ടമാണ്. കാറിലിരുന്ന് ഇതുവഴി എവിടെയെങ്കിലും പോയാലും ഞാൻ ആ ബിൽഡിങ്ങാണ് നോക്കുന്നത്. കാരണം എന്ത് ഭംഗിയാണെന്നറിയാം. അത് റെഡ് കളറിലുള്ള ഒരു ബിൽഡിങ് നമ്മുടെ കണ്ണിൽ അത്രയും അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് നാളായിട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പം ഇത് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്ക്. നല്ല തണുപ്പുണ്ടായിരുന്നു. അതിൻ്റെ ജാക്കറ്റ് നിങ്ങൾ നോക്കണ്ട. ജാക്കറ്റില്ലേ, കഴിഞ്ഞ തവണ ഇവിടെ ഫുഡ് ഫെസ്റ്റിവലിന് പോയപ്പോൾ സ്ട്രോബെറിയും ചോക്ലേറ്റും ആയിട്ടുള്ളൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നേ. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ അത് മേടിച്ച് കഴിച്ചതിൻ്റെ തെളിവാണ് എൻ്റെ ജാക്കറ്റിൽ കാണുന്നത്. അതാരും മൈൻഡ് ആക്കണ്ട. ഞാൻ അതിന് ശേഷം കഴുകിയിട്ടില്ല, അതാണ് യാഥാർത്ഥ്യം. ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം നല്ല രസമുണ്ട്. ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ബൊക്കെ പോലെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാണ്, അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി. ഇത് ഒറിജിനൽ ചെടിയാണോ എന്ന് നോക്കിയപ്പോൾ ഒറിജിനൽ ചെടി തന്നെയാണ്. ഇതെങ്ങനെയാണ് വെച്ചേക്കുന്നത്, എങ്ങനെ വെള്ളം ഒഴിക്കും, ചെടി എവിടെയാണ് വെച്ചേക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ സംശയം. അങ്ങനെ നോക്കിയപ്പോൾ അതിലിങ്ങനെ പൈപ്പ് പോലെ ഇങ്ങനെ റൗണ്ടായിട്ടുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഈ ഫ്ലവർ വെച്ചേക്കുന്നത്. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് വന്നത്. അപ്പം ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ വരുമ്പോൾ നമുക്ക് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. കാരണം നല്ല വെട്ടമുണ്ടല്ലോ. നൈറ്റ് വൈബ് വേറെയാണല്ലോ. എപ്പോഴും ഡേ വൈബും നൈറ്റ് വൈബും രണ്ടാണ്. നമ്മളെവിടെ പോയാലും അങ്ങനെയാണ്. അപ്പോൾ ഈവനിങ് വന്നത് കാരണം കുറച്ച് നേരം നല്ല ഇവിടുത്തെ ആ ഒരു കൾച്ചറൽ വില്ലേജിൻ്റെ ആ ഒരു ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഓരോ സ്ഥലവും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. രാത്രി വന്നാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലെന്നല്ല, പറ്റും, പക്ഷേ വേറൊരു വ്യൂ ആണല്ലോ. അപ്പോൾ ഗൈസ്, കത്താര വില്ലേജ് കാണുന്നതിന് മുന്നേ എല്ലാവരും ആദ്യം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഈ ഒരു കത്താര കൾച്ചറൽ വില്ലേജ് എന്ന് പറയുന്നത് ദോഹയിലാണ്. ഇത് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ വെസ്റ്റ് ബേ ആൻഡ് ദ പേൾ. ഈ ഒരു കത്താര വില്ലേജ് എന്ന് പറയുന്ന ഒരു ആർട്ടിൻ്റെയും അതുപോലെ കൾച്ചറിൻ്റെയും പിന്നെ പലതരത്തിലുള്ള ക്യൂസിൻ്റെയും ട്രഡീഷണൽ ആർക്കിടെക്ചറിൻ്റെയൊക്കെ ഒരു പ്രീമിയർ ഹബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇവിടെ ആംഫി തിയേറ്റർ ഉണ്ട്, ഐക്കോണിക് കത്താര മോസ്ക് ഉണ്ട്, ഗാലറീസ് ഉണ്ട്, ബീച്ചസ് ഉണ്ട്, ഡൈവേഴ്സ് ഡൈനിങ് ഉണ്ട്. സോ എന്താണ് ഒരു ഹെറിറ്റേജിൻ്റെ ഒരു വൈബ്രൻറ്റ് സെൻറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വൈബ്രൻറ്റ് സെൻറ്റർ എന്ന് തന്നെ കത്താര കൾച്ചറൽ വില്ലേജിനെ പറയാം. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഉമ്മായും വാപ്പായൊക്കെ കൊണ്ടാണ് വന്നത്. നമ്മളിവിടെ സത്യം പറഞ്ഞാൽ എപ്പോഴും വരാറുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എപ്പോൾ വന്നാലും കത്താര ബീച്ചില്ലേ, അവിടെ ആയിരിക്കും കൂടുതലും പോകുന്നത്, ടൈം സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ബീച്ചിലായിരിക്കും. പിന്നെ ഒരു ബീച്ച് ലവർ പേഴ്സൺ കൂടെയാണ് അതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനും സത്യം പറഞ്ഞാൽ ഖത്തറിൽ 3 വർഷമായെങ്കിലും ഈ ഭാഗത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടേ. ചില ഭാഗത്തൊക്കെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു എൻട്രി അതുവഴിയൊന്നും നമ്മളിപ്പം കത്താര കൾച്ചറൽ വില്ലേജിൽ എൻട്രി ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഈ ഒരു ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എമ്രുവിനെ കാണിച്ചു. എമ്രുവിനെ നോക്കുന്നത് ഇതെന്തും വെള്ളം വീഴുന്നതേ, മറ്റേ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ, വിളക്കിൻ്റെ അകത്തുനിന്ന് വീഴുന്ന പോലെ. അതൊരു ടീ പോട്ടാണ്. അത് റെസ്റ്റോറൻ്റാണല്ലോ, ആ ഒരു മോഡലിൽ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഡേ ടൈമിൽ കാണാനും നൈറ്റ് ടൈമിൽ അത് വേറൊരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കളേഴ്സ് അതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പെയിൻറ്റിങ്ങിനും വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു ചായ മീൻസ് നമ്മൾ ഏതാണ് വാങ്ങിച്ചത്, കരക്കാണ്, ചായയല്ല കരക്ക് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങോട്ട് ബീച്ച് സൈഡിലോട്ട് വന്നു. പിന്നെ അങ്ങ് ബീച്ചിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല, കാരണം എപ്പോഴും അവിടെ പോകുന്നത് കാരണം നമ്മൾ ഇവിടെ തന്നെയാണ് കറങ്ങിയിട്ട് ബീച്ചിലൊന്നും പോവാതെ തിരിച്ച് വീട്ടിലോട്ടാണ് പോയത്. പിന്നെ ഈ ഒരു കത്താര കൾച്ചറൽ വില്ലേജിലാണ് എപ്പോഴും ഇൻ്റർനാഷണൽ അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള കൾച്ചറൽ വർക്ക്ഷോപ്സൊക്കെ നടത്താറുണ്ട്. കഴിഞ്ഞ തവണയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം വന്നപ്പം ഞാൻ ഇതുപോലെ ഇൻ്റർനാഷണൽ അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും എന്തൊക്കെയോ സെറ്റപ്പുകൾ നടക്കുന്നുണ്ട്, ഒന്നും ആയിട്ടില്ലായിരുന്നു ഞാൻ പോയ സമയത്ത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പള്ളി. ഇവിടുത്തെ
അടിപൊളി പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ആദ്യം നമ്മൾ കയറി വന്ന സമയത്ത് ലൈറ്റൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈവനിങ് ആണല്ലോ വന്നത്, അപ്പോൾ ഇരുട്ടിയിട്ടില്ല. ഇപ്പോൾ വന്നപ്പോൾ റെഡ് കളർ ലൈറ്റ് അതിൽ ഫൗണ്ടെയിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കളർ മാറുന്നുണ്ട്, വൈറ്റ് ആവുന്നുണ്ട്, പല നിറത്തിൽ മാറുന്നുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ കണ്ടോ നല്ല രസമുണ്ട് രാത്രി. ഇപ്പോൾ വൈറ്റ് കളർ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ജാക്കറ്റൊക്കെ മാറ്റി. ഓൾറെഡി ഞാൻ ഹൂഡിയാണ് ഇട്ടിരുന്നത്. അപ്പോൾ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. തണുപ്പ് ഉണ്ട്, തണുപ്പില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഖത്തറിൽ തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പോയിട്ടൊരു 2 ആഴ്ചയ്ക്ക് മുന്നേ പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഖത്തറിൽ തണുപ്പൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. മുമ്പൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ജാക്കറ്റും ഹൂഡിയൊന്നും ഇടാൻ നമുക്ക് ഇറങ്ങാൻ പറ്റൂലായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ബിൽഡിങ്ങിലെ ആ ബിൽഡിങ്ങിന് നൈറ്റ് വ്യൂ എടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. നല്ല രസമുണ്ട് അല്ലേ? നൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു കത്താര കൾച്ചറൽ വില്ലേജ് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കോമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് നൈറ്റ് നമ്മുടെ ഖത്തറിലെ നൈറ്റ് വൈബ്, നൈറ്റ് ബിൽഡിങ്സൊക്കെ ഒന്ന്, ബിൽഡിങ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.